ലീഗ് എങ്ങനെ പ്രതീക്ഷിക്കുന്നു, എന്ത് പ്രതീക്ഷിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എത്ര കണ്ട വിജയം നേടുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് എന്നാണ് പരിശോധിക്കുന്നത്. പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ MLA-മാരുണ്ടാകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണത്തേത് എന്നാണ് മുസ്ലിം ലീഗിന്റെ കണക്കുകൂട്ടൽ. 2011 നിയമസഭയിൽ 21 MLA-മാരുണ്ടായിരുന്നതാണ് മുസ്ലിം ലീഗിന്റെ ഇതുവരെയുള്ള റെക്കോർഡ്. ഇത് മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ലീഗ് നേതൃത്വം ഇത്തവണ. കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, ലീഗ് നേതൃത്വം ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ്. 27 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ 2011 ആ റെക്കോർഡ് 21 MLA-മാരെന്നുള്ളത് മറികടക്കാൻ ഇത്തവണ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം. എവിടെയൊക്കെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത്? എവിടങ്ങളിലൊക്കെ തിരിച്ചടി പ്രതീക്ഷിക്കുന്നു ലീഗ്? സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. നിലവിൽ തന്നെ അങ്ങനെയാണ്. 27 സീറ്റുകളിലാണ് പതിവായി അവർ മത്സരിക്കുക. അതേസമയം UDF അധികാരത്തിലില്ലാത്ത ഘട്ടത്തിൽ പോലും 16ഉം 17ഉം സീറ്റുകളൊക്കെ ഉണ്ടാകാറുണ്ട്. 21 സീറ്റ് വരെ 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലേക്ക് നിയമസഭയിലേക്ക് പോകുമ്പോൾ ആ ഘട്ടത്തിൽ പിന്നെ 21 MLA-മാരുണ്ടായിരുന്നതാണ് ഇതുവരെയുള്ള ഏറ്റവും വലിയ എണ്ണം, നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത്തവണ അത് മറികടക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിനുള്ളത്. 27 സീറ്റുകളിൽ തന്നെയാണ് ഇത്തവണ മത്സരിക്കുന്നതിൽ. അതിൽ 21 സീറ്റുകൾ, അതായത് മലപ്പുറം ജില്ലയിലെ 12 സീറ്റുകളും കോഴിക്കോട് ജില്ലയിൽ 6 സീറ്റുകൾ മത്സരിക്കുന്നതിൽ 5 സീറ്റുകളും, അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയിൽ 2 സീറ്റും, പാലക്കാടിലെ മണ്ണാർക്കാട് സീറ്റും, കളമശ്ശേരി സീറ്റും, ഇങ്ങനെ 21 സീറ്റുകൾ ഇപ്പോൾ തന്നെ അവർ വിജയം ഉറപ്പിക്കുന്ന ഒരു സീറ്റുകളാണ്. അതോടൊപ്പം തന്നെ കടുത്ത മത്സരം നടക്കുന്ന 5 സീറ്റുകൾ കൂടി അവർ ഉണ്ട്. അതിൽ ചിലത് കൂടി വിജയിക്കുമെന്ന് കരുതുന്നു. 1 പേരാമ്പ്രയാണ് കടുത്ത മത്സരം നടക്കുന്നതായിട്ട് കരുതുന്നത്. 2 അഴീക്കോടാണ്, 3 കൂത്തുപറമ്പാണ്, 4 ഗുരുവായൂരാണ്. ഈ 4 മണ്ഡലങ്ങളിലും അവർക്ക് അടുത്ത മത്സരം നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇതിൽ ഏതെങ്കിലും സീറ്റുകൾ വിജയിക്കാനുള്ള, പേരാമ്പ്ര ഉൾപ്പെടെ അഴീക്കോട് ഉൾപ്പെടെ സീറ്റുകൾ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഇതിൽ ഒരു സീറ്റ് വിജയിച്ചാൽ തന്നെ 22 എന്ന് പറയുന്നവരുടെ ഏറ്റവും വലിയ റെക്കോർഡിലേക്ക് പോകും. അതും കടന്ന് 23-24 സീറ്റ് വരെ ഉണ്ടാവാനുള്ള സാധ്യത ലീഗ് നേതൃത്വം തള്ളിക്കളയുന്നില്ല. പുനലൂരും ചേലക്കരയും മാത്രമാണ് ഒരുപക്ഷെ അവർക്ക് വിജയ പ്രതീക്ഷയില്ലാത്ത 2 സീറ്റുകൾ എന്ന് പറയുന്നത്. 27 സീറ്റുകൾ മത്സരിക്കുകയും 25ലും വിജയപ്രതീക്ഷയും പിന്നെ കണക്കുകൂട്ടുന്നു. കൃത്യമായി തന്നെ കണക്കുകൾ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജയപ്രതീക്ഷയും വയ്ക്കുന്ന ഒരു പാർട്ടിയായി മുസ്ലിം ലീഗ് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള ഒരു പാർട്ടി എന്ന അർത്ഥത്തിൽ തന്നെ മുസ്ലിം ലീഗ് തിളങ്ങി നിൽക്കും. അതിൽ ഏറ്റവും കൂടുതൽ MLA-മാർ, എന്തായാലും 22-ൽ കൂടുതൽ MLA-മാർ എന്തായാലും ഇത്തവണ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇതിലേതെങ്കിലും പേരാമ്പ്ര, അല്ലെങ്കിൽ കുത്തുപറമ്പ്, അല്ലെങ്കിൽ അഴീക്കോട്, ഗുരുവായൂർ, 4-ൽ ഏതെങ്കിലും ചില സീറ്റുകൾ കൂടി വിജയിക്കാൻ കഴിയുന്നു. പേരാമ്പ്രയാണ് വലിയ പ്രതീക്ഷ വയ്ക്കുന്നത്. പേരാമ്പ്ര അഴീക്കോടാണ് അവർ ഏറ്റവും കൂടുതൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നത്. അതിൽ പിന്നാലെ പിന്നെ ഈ കൂത്തുപറമ്പും അതോടൊപ്പം തന്നെ ഗുരുവായൂരിൽ കൂടെ ചെറിയ പ്രതീക്ഷയുടെ തരംഗം ഉണ്ടെങ്കിൽ ആ സീറ്റുകളിൽ കൂടി വിജയിക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെ ഏറ്റവും വലിയ നമ്പറിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലീഗ് മലപ്പുറത്തെ സംബന്ധിച്ചോളം നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളും UDF-ന് വിജയിക്കാൻ കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇത്തവണ UDF-ഉം പൂർണ്ണമായും അത് വിജയിക്കും. അതിൽ 12 സീറ്റുകൾ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ സീറ്റുകളാണ്. 6 സീറ്റുകളാണ് മലപ്പുറത്ത്, പേരാമ്പ്ര അടക്കം, തിരുവമ്പാടി, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം, കുറ്റ്യാടി ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ കടുത്ത മത്സരം എന്ന് പറയാൻ അവർ തന്നെ പറയുന്നത് പേരാമ്പ്ര മാത്രമാണ്. ബാക്കിയൊക്കെ ഏറെക്കുറെ വിജയിക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷയുണ്ട്. LDF-ൻ്റെ കണക്കിൽ നോക്കുമ്പോൾ പോലും ആ സീറ്റുകളിൽ മുസ്ലിം ലീഗിന് വിജയപ്രതീക്ഷ നൽകുന്ന ഒരു സീറ്റുകളാണ്. കാസർഗോഡ് ശക്തമായ മത്സരം നടക്കുന്നു പറയുമ്പോൾ പോലും മഞ്ചേശ്വരത്തും കാസർഗോഡും വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. 5000-ന് മുകളിൽ ഭൂരിപക്ഷത്തിൽ 2ഉം, ഒരുപക്ഷെ കാസർഗോഡ് കുറച്ചുകൂടി ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാലും ആ വിജയം ഉറപ്പുണ്ട്. പാലക്കാട്, മണ്ണാർക്കാട് ഷംസുവിനെ സംബന്ധിച്ചോളം വിജയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആത്മവിശ്വാസ കുറവൊന്നും അവിടെയില്ല. അവിടെയും ശക്തമായ മത്സരം. കളമശ്ശേരി ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ഒരു പ്രതീക്ഷ കുറവൊക്കെ പങ്കുവച്ചെന്നെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ കോൺഗ്രസും ലീഗും വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളുടെ, എറണാകുളം ജില്ലയുടെ എല്ലാ സീറ്റും വിജയിക്കുമെന്ന് UDF കരുതുന്ന ഒരു ജില്ലയാണ്. അതുകൊണ്ട് അതിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു. അതുകൊണ്ട് തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളും ഇത്തവണ മാറ്റി നിർത്തിയതോടുകൂടി തന്നെ അവിടെയും കളമശ്ശേരിയും വീണ്ടും തിരിച്ചു പിടിക്കുന്നുള്ള പ്രതീക്ഷ. അങ്ങനെ ചേലക്കരയും അതോടൊപ്പം തന്നെ പുനലൂരും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏത് സീറ്റ് വേണം വിജയിക്കാൻ കഴിയും. എന്തായാലും 21 അക്കം കഴിഞ്ഞ് ഇത്തവണ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് നിയമസഭയിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ള വലിയ ആത്മവിശ്വാസം തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വവും അതോടൊപ്പം തന്നെ അവരുടെ അണികളും പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇക്കുറി 21-ലധികം MLA-മാർ ലീഗിൻ്റെതായി നിയമസഭയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പ്, വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അതിൻ്റെ ഒരു അന്തിമ പ്രഖ്യാപനത്തിലേക്ക് കൂടെ കാത്തിരിക്കുകയാണ് ലീഗ് അണികളും സ്ഥാനാർത്ഥികളും ഒക്കെ.